ഗൈസ്, ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ന്യൂസ് പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ നമ്മൾ വളരെ കുറവ് മാത്രമാണ് ഡിസ്കസ് ചെയ്യാറുള്ളത്. പക്ഷേ അതിനു മുമ്പ് ഒരു നെഗറ്റീവായിട്ടുള്ള വാർത്ത കൂടി സംസാരിക്കണം. ഇന്ത്യൻ മെൻസ് ടീമിനെ പറ്റിയിട്ടാണ്. പുതിയ ഫിഫ റാങ്കിങ് വരുമ്പോഴത്തേക്കും അതിലൊരു പിന്നോട്ട് പോക്ക് സംഭവിക്കുന്നു. 133 സ്ഥാനത്തേക്ക് 6 റാങ്കുകൾ താഴേക്കിറങ്ങി പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇക്കഴിഞ്ഞ മത്സരങ്ങൾ ഇന്ത്യക്ക് പരാജയപ്പെടേണ്ടി വന്നതാണ്. അപ്പോൾ തായ്ലൻഡിനെതിരെ 2-0 സൗഹൃദ മത്സരത്തിൽ പരാജയപ്പെട്ടിരുന്നു. അതുപോലെ ക്വാളിഫയേഴ്സിൽ ഹോങ്കോങ്ങിനെതിരെയുള്ള പരാജയമാണ്. എനിവേ, AFC റീജിയനിൽ നിലവിൽ 24-ാം സ്ഥാനത്തായി ഇന്ത്യ എന്നുള്ളതാണ്. ജപ്പാൻ തന്നെയാണ് 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നത്. സാഫ് റീജിയനിൽ ഇന്ത്യ 1-ാം സ്ഥാനത്ത് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. കാരണം വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം 2-ാം സ്ഥാനത്തുള്ള മാൽദീവ്സിന് പോലും 172-ാം സ്ഥാനമാണുള്ളത്. അപ്പം അത്രയും മുൻപിലാണ് റാങ്കിങ് ബേസിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യ. സാഫിൽ മിക്ക രാജ്യങ്ങളും താഴേക്കാണ് പോയത് റാങ്കിങ്ങിൽ. എന്നാൽ ഒരു മുന്നേറ്റം നടത്തിയത് ശ്രീലങ്കയാണ്. ശ്രീലങ്ക 200-ാം സ്ഥാനത്ത് നിന്ന് 196-ാം സ്ഥാനത്തേക്ക് ഒരു കുതിച്ചു ചാട്ടം നടത്തുന്നു. അതിനുള്ള കാരണം അവരുടെ അവസാന മത്സരങ്ങളിലെ റിസൾട്ട് തന്നെയാണ്. ബ്രൂണയ്ക്കെതിരെ 1-0 എന്ന വിജയവും ചൈനീസ് തായ്പയ്ക്കെതിരെ 3-1 എന്ന് പറയുന്ന ഒരു വിജയവും ക്വാളിഫയേഴ്സിലൊക്കെ സ്വന്തമാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പാകിസ്ഥാനാണ് താഴേക്ക് പോകുന്നത്, 200കളിലേക്ക് പോകുന്നത്. 198-ാം സ്ഥാനത്തായിരുന്ന പാകിസ്ഥാൻ 201ലേക്ക് വീഴുന്നു എന്നുള്ളതും ഇതിൽ പറയേണ്ട ഒരു കാര്യമാണ്. മെൻസ് ടീമിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും നമുക്ക് നെഗറ്റീവ് തന്നെയാണല്ലോ. ഇനി പോസിറ്റീവ്സൊക്കെ എന്ന് വരുമെന്നുള്ളത് അറിയത്തില്ല. സമീപകാലത്ത് നമുക്ക് പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ കിട്ടിയത് വുമൺസ് ടീമിൻ്റെയൊക്കെ സൈഡിൽ നിന്നായിരുന്നു. എനിവേ, വുമൺസ് ടീമിൻ്റെ കാര്യത്തിൽ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം സംസാരിക്കേണ്ടത്. ഇനി 8 മാസങ്ങളാണ് വുമൺസ് AFC ഏഷ്യൻ കപ്പ് മാർച്ചിലാണ് നടക്കാൻ പോകുന്നത്. ഓസ്ട്രേലിയ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യ ഒരു യോഗ്യത നേടി നിൽക്കുന്ന ഒരു സമയമാണുള്ളത്. അപ്പം എങ്ങനെ പ്രിപ്പയർ ചെയ്യുമെന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്തതാണ്. അപ്പം AFF തന്നെ പുറത്തുവിടുന്ന ഒരു കാര്യം പ്രകാരം ഏതാണ്ട് 3 ഫേസുകളിലായിട്ട് 83 ദിവസം നീളുന്ന ക്യാമ്പ് ഇന്ത്യക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇതിൽ സൗഹൃദ മത്സരങ്ങൾ, ഇൻ്റർനാഷണൽ ഫ്രണ്ട്ലീസ് തന്നെ 10 മുതൽ 12 മത്സരം വരെ ഇന്ത്യക്ക് കിട്ടും. അതുപോലെ ഡൊമസ്റ്റിക് മത്സരങ്ങൾ 5 മുതൽ 7 മത്സരങ്ങൾ വരെയാണ് കിട്ടുന്നത്. അങ്ങനെ ഈ ഒരു AFC വുമൺസ് ഏഷ്യൻ കപ്പിന് പോകുന്നതിന് മുൻകൂടിയായിട്ട് ഏതാണ്ട് 15 മുതൽ 19 മത്സരങ്ങൾ വരെ ലഭിക്കാം. അതുകൂടാതെ ഈ ടീമുകളൊക്കെ IWLലും പോയി കളിക്കും, അവിടെയും മത്സരങ്ങൾ ലഭിക്കുമെന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലാസ്റ്റ് സീസണിൽ IWL നടന്നത് ജനുവരി മുതൽ ഏപ്രിൽ വരെ നീണ്ടു നിൽക്കുന്ന ഒരു സമയത്തായിരുന്നു. എന്നാൽ AFC ഏഷ്യൻ കപ്പ് ഇത്തവണ ഇപ്പം നടക്കാൻ പോകുന്നത് മാർച്ചിലാണ്. അപ്പം ഈ ഒരു സമയത്ത് തന്നെയാണ് നടത്തുന്നതെങ്കിൽ ഇടയ്ക്ക് വെച്ച് നിർത്തുകയും അങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ നേരിടേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ ഇത്തവണ സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത് ജനുവരിയിൽ അവസാനിക്കുന്ന രീതിയിൽ IWL നടത്താമെന്നുള്ളൊരു തീരുമാനത്തിലേക്ക്, പ്രീപോൺ ചെയ്യാമെന്ന് പറയുന്നൊരു തരത്തിലേക്ക് AFF പോകുന്നു. വളരെ മികച്ചൊരു തീരുമാനമാണ്. കാരണം ജനുവരിയിലൊക്കെ തീർന്നു കഴിഞ്ഞാൽ ഏതാണ്ട് 1.5 മാസം വരെയൊക്കെ ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള തന്നെ ഒരു ക്യാമ്പ് ലഭിക്കുമെന്നുള്ളതാണ്. അവിടെ മത്സരങ്ങളെ കളിച്ച് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഈ ഒരു ടൂർണമെൻറ്റിലേക്ക് പോകാൻ കഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ വുമൺസ് അണ്ടർ-20 ടീമിനും ചില പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട്. ഇപ്പം ക്വാളിഫയർ നടക്കാൻ പോവാണ്, ഓഗസ്റ്റിലാണ് നടക്കുന്നത്. അതിനെപ്പറ്റി നമ്മൾ മുമ്പ് സംസാരിച്ചിരുന്നു. ജൂലൈയിൽ ഇപ്പം 2 ദിവസത്തിനുള്ളിൽ ഉസ്ബെക്കിസ്ഥാനിലേക്ക് ട്രാവൽ ചെയ്ത് 2 മത്സരങ്ങൾ കളിക്കുന്നുണ്ട് ഉസ്ബെക്കിസ്ഥാനെതിരെ തന്നെ. അതിനുശേഷമാണ് അടുത്ത മാസത്തിൽ ക്വാളിഫയേഴ്സ് കളിക്കുന്നത്. അപ്പോൾ ക്വാളിഫയേഴ്സ് കളിച്ച് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ അണ്ടർ-20 ടീമിന് ഒരു വലിയ സാധ്യതയാണുള്ളത്. കാരണം IWL കളിക്കാനായിട്ടുള്ള ഒരു അവസരം ലഭിക്കും. 14 മത്സരങ്ങൾ IWL കളിക്കാം. അപ്പം ജനുവരി വരെ കളിച്ച് കഴിഞ്ഞ് പിന്നീട് ഏപ്രിലോ മറ്റോ ആണ് ടൂർണമെൻറ്റ് വരുന്നത്. അപ്പം അത് വലിയൊരു സാധ്യതയാകും എന്നുള്ളതാണ്. പിന്നീട് ഇത് ഇപ്പം ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ ജനുവരിക്ക് ശേഷം മറ്റ് ഇൻ്റർനാഷണൽ എക്സ്പോഷറോ പരിപാടികളോ കൊടുത്തു കഴിഞ്ഞാൽ അണ്ടർ-20 ടീമിനെ നമുക്ക് നല്ലൊരു പ്രതീക്ഷയ്ക്ക് വകയുള്ള ടീമാക്കി മാറ്റാമെന്നുള്ളതാണ്. പക്ഷേ അതിലേക്കൊക്കെ കിടക്കുന്നതിന് മുമ്പ് ആദ്യം വരുന്നത് ഓഗസ്റ്റ് നടക്കുന്ന ക്വാളിഫയർ ആണ് ഇന്ത്യൻ വുമൺസ് അണ്ടർ-20 ടീമിന്. അപ്പം അത് ക്വാളിഫൈഡ് ആകുക എന്നുള്ളതാണ്, അതിലാണ് ആദ്യം ലക്ഷ്യം വെക്കേണ്ടത് എന്നുള്ളതാണ്. അത് നേടിയെടുക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കുകയാണ്. സോ അതാണ് വുമൺസ് ടീമിൻ്റെ സൈഡിൽ നിന്ന് കുറച്ച് കാര്യമായിട്ടുള്ള പോസിറ്റീവ് കാര്യങ്ങൾ വരുന്നു. ഇതൊക്കെ നല്ല രീതിയിൽ ഫ്രൂട്ട്ഫുള്ളായിട്ടൊക്കെ ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ ഉള്ളൊരു ആഗ്രഹം എന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് ഈ ഒരു വിഷയത്തിൽ? തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സൈനിങ് ഓഫ്.